എന്തമ്മാ ഡാഡി വരാത്ത? ഡാഡി വരും. ഡാഡി വരണമെന്ന് പറഞ്ഞാൽ കട പൂട്ടണ്ടേ? കട പൂട്ടിയിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ഇത്രയും സമയോ? എത്ര മണിയായി? എന്താ ഡാഡി വന്നിട്ട് എന്താ അത്യാവശ്യമുള്ള തോന്നുന്നു. അയ്യോ, ഇവിടെ നല്ല ഡാഡി പോയത്. പക്ഷെ ഡാഡി ആയിട്ട് ഈ സമയത്തൊക്കെ നമ്മൾ കളിക്കണായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ നിനക്ക് കളിക്കാൻ വേണ്ടിട്ട് ഡാഡിനോട് പോകണ്ടെന്ന് പറയാം. നറുക്കെടുപ്പ് നാളെയാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു. ഒരു പക്ഷേ നാളത്തെ ഭാഗ്യവാൻ നിങ്ങളായിരിക്കും. കടന്നു വരും, മുന്നോട്ട് വരും. നറുക്കെടുപ്പ് നാളെ. പിടിച്ചോളൂ. കുറെ സാധനങ്ങൾ. പച്ചക്കറി അയ്യോ, ഇത് കച്ചവടം അടിപൊളി. ഈ ഭാഗ്യം പരീക്ഷിക്കാത്തവരായിട്ട് ആരും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ പഞ്ചായത്തിൽ. എല്ലാരും ഇത് എടുക്കുക. കുറെ പേർക്ക് അടിച്ചടി 500, 1000. മറ്റേ ആ പൊടിയന് 1000 രൂപ അടിച്ചു. മറ്റേ 5 പറയിലെ പൊടിയൻ വണ്ടി സെയിൽ ടാക്സ് വണ്ടി ഓടിക്കണില്ലേ, അവന് 1000 രൂപ അടിച്ചു. പിന്നെ 500 അടിക്കണം, 100, അങ്ങനെ പലർക്കും പല രീതിയിലും അടിക്കുന്നുണ്ട് പ്രൈസ്. നാളെ കുറച്ച് ടിക്കറ്റ് കൂടുതൽ എടുക്കണം. പോവും, സുഖമായിട്ട് കച്ചവടം നടക്കും. ഇല്ല നമുക്കറിയാം നല്ല സ്ഥലമാട്ടോ. പക്ഷെ ഒരു ശല്യമില്ല. പക്ഷെ രാവിലെ ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്, രാവിലെ 6 മണിക്ക് തുറക്കണമെന്ന്. കാരണം പണിക്ക് പോകുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കണമെന്ന് കുറേ പേര്. പിന്നെ അത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്ന കുറേ പേര്. എല്ലാവരെയും പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞിട്ട് ഒരു അൻസാറൊക്കെ വരാ. പാർട്ടിക്കാർക്ക് എല്ലാവർക്കും ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ആഴ്ചയിൽ ഒരു 2 ടിക്കറ്റ് വെച്ച് എടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ഒരു ഇതിലേക്ക് പാർട്ടി ഫണ്ടിൽ നിന്ന് ഒരു ചെറിയ തുക എടുത്ത് ആഴ്ചയിൽ ഒരു 5 ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. നാളെ ഒരു 10 രൂപയ്ക്ക് എനിക്കൊരു ടിക്കറ്റ് എടുത്തു. 10 രൂപ ടിക്കറ്റ് ഇല്ല മോളെ, ഏറ്റവും കുറഞ്ഞത് 30 രൂപ ടിക്കറ്റാണ്. പിന്നെ വേറൊരു കാര്യമുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയെന്നേ, വേറെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചിട്ട് കട ഒന്നുകൂടെ ഒന്ന് മോടി പിടിപ്പിച്ചാലോന്ന്. കുറച്ച് അല്ലറ ചില്ലറ മുട്ടായി സാധനങ്ങൾ അത് ഇതും. കഴിഞ്ഞിട്ട് മതി. അല്ല, ഈ വരുന്നവർ തന്നെ ഇപ്പോൾ ലോട്ടറി എടുക്കാൻ നിൽക്കുന്ന ഒരു വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ അവരിന് അടുത്ത കടയിൽ പോകണ്ടല്ലോ, നമ്മളെ കടയിൽ നിന്ന് കുടിച്ചൂടെ? അതൊന്നും വേണ്ട, അതൊന്നും അതിനിടയ്ക്ക് വെക്കാൻ പറ്റില്ല. അതൊക്കെ എല്ലാം നടക്കൂടി. നിന്റെ പ്രാർത്ഥനയും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ. അയ്യോ, തങ്കം. പിന്നെ മറ്റേ സുധാകരൻ വരുമ്പോ നിന്റെ അരിക്കലത്തിനകത്ത് ഒരു 1000 രൂപ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 500 രൂപ സുധാകരന് കൊടുക്കണം. 500 രൂപ നീ എടുത്തോ. നീ ചിട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞില്ല, അത് കൊടുത്തോ. ഇപ്പൊ അളിയാ എന്ത് പറയാ, ഇപ്പൊ രാവിലെ 5 മണിക്ക് തുറക്കുമെന്ന് ചോദിച്ചിട്ടാ വിളിക്കണത് കട. ഭാഗ്യവാന്മാരെ 10 കുറെ പേരുണ്ട്. അവര് ടിക്കറ്റ് എടുത്തിട്ടേ ജോലിക്ക് പോവുള്ളേ. ഭയങ്കര വിശ്വാസമായി ഇപ്പൊ നമ്മളെ കട. കാരണം ഇടയ്ക്ക് പിന്നെ 500, 1000 ഒക്കെ വെച്ച് അടിക്കണുണ്ട്. അപ്പൊ അത് കേട്ട് വെളിയിൽ ഇങ്ങനെ ഒരു പബ്ലിസിറ്റി ഉണ്ട്, നമ്മുടെ തക്കളി ലക്കി സെന്ററിന്റെ പേര് അന്വർത്ഥമാക്കണ ഭാഗ്യം ഉള്ള കടയാണെന്ന് ദൂരെന്നൊക്കെ പറഞ്ഞുണ്ട്. ഇപ്പൊ നീ ടിക്കറ്റ് എടുക്കാറില്ലേ? എനിക്കങ്ങനെ ശീലമില്ല. കുറച്ച് ടിക്കറ്റ് എടുക്കാൻ വന്നെട്. ഭാഗ്യം ഏത് വഴിക്ക് കൂടെയാണ് പറഞ്ഞതെന്ന് പറയാം. ചിലപ്പം ഈ അളിയൻ വഴി ആണെങ്കിലോ ഭാഗ്യം ഉറപ്പായിട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അടിക്കട്ടെ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ജനങ്ങൾ നന്നാവണം, ജനങ്ങളെല്ലാവരും രക്ഷപ്പെടണം, എല്ലാവർക്കും അടിക്കണം, നാട്ടുകാർ രക്ഷപ്പെടണം, ഒപ്പം നമ്മളും രക്ഷപ്പെടണം. അളിയ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക, നമുക്കുള്ള ഫലം കർത്താവ് തരും. അത്ര ഞാൻ കണ്ടിട്ടുള്ളൂ. അതിപ്പോ രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെ, ജനങ്ങൾക്ക് വേണ്ടി തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള. അല്ലടി ഇറങ്ങണേ. എത്ര നാളത്തേക്കടി? ഇനി അത് പറഞ്ഞത് ഇപ്പൊ തന്നെ പൂട്ടിച്ചോ? പിന്നെ ഞാൻ പറഞ്ഞ പൂട്ടായിരിക്കില്ലേ? ഒരാളൊരു കാര്യത്തിന് പോകുമ്പോഴത്തേന് ഇനി എത്ര നാളത്തേക്ക് അടിയെന്നാണോ ചോദിക്കേണ്ടത്? ഇത് ഞാൻ സ്ഥിരം കാണുന്നതാണ്. ഓരോ തുടങ്ങും, ഭയങ്കര ഉത്സാഹമാണ്, ആരംഭശൂരത്വം എന്ന് പറയും. ഇതാ കുഴപ്പം, തുടങ്ങണതിന് മുമ്പ് പൊട്ടൂന്ന് അങ്ങോട്ട് പറഞ്ഞോ? അങ്ങനല്ല, ഈ തുടക്കത്തിൽ കാണിക്കുന്ന ഇതൊക്കെ ഉള്ളു, പിന്നീട് അങ്ങ് ഒരു ശ്രദ്ധ കാണൂല. പിന്നെ ഇതങ്ങനെ നല്ലത് ക്ലീറ്റ ശരിക്കും തുടങ്ങിയതാ. നീ പോയിട്ട് പറഞ്ഞു നിർത്തിക്കാതിരുന്നാ മതി. ഞാൻ പറയുമ്പോ നിന്ന് പോയല്ലേ. നീ പോണ്ടോ? ടിക്കറ്റ് എടുക്കാൻ പോണ്ടോ? അളിയും തുടങ്ങിയല്ലേ, അപ്പൊ ഒന്ന് പോയി നോക്കാം, ആ ഏരിയക്ക് ഒന്ന് കാണാനല്ലോ. എന്നാ പിന്നെ ഞാനും വരാം. ഞാനും വരുന്നുണ്ട്. ഞാൻ ഓഫീസിൽ പോകുന്ന പോണത്. നീ ഓഫീസിലോട്ട് പോക്കോടുന്നു, ഞാൻ തിരിച്ചും കൂടെ വന്നോളൂ ഉച്ചയാകുമ്പോ. പിന്നെ എന്നെ കൊണ്ട് ഇങ്ങോട്ട് വിട്ടിട്ട് പോകാൻ പറയരുത്. ഇല്ല, അവിടെ തിരക്കാണെങ്കിൽ ഞാൻ സഹായിക്കാലോ ക്ലീറ്റാണ്. പൈസ കൊണ്ടുവരുന്നുണ്ടാ? ഇന്നലെ ഞാൻ ചിട്ടി പൈസ അടയ്ക്കാൻ വേണ്ടിട്ട് 500 രൂപ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ചോദിച്ചൊന്നുമില്ല. അപ്പൊ അരിക്കലത്തിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അതാ പറഞ്ഞേ. സാധാരണ അരിക്കലത്തിൽ കൈയിടാൻ മാത്രമേ ക്ലീറ്റ് അതിനകത്തോട്ട് കൈ എടുക്കാറുള്ളൂ. ഇടാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. പൈസ കിട്ടുന്നുണ്ടെന്ന് ഇന്നലെ കൊറേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെന്നു. നീ പറയാ തന്നെ. ഞാൻ
ഒക്കെ ഞാൻ പറയോ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ട് നടന്നിട്ടില്ലല്ലോ ഇതുവരെ. ചിലപ്പോ ഇങ്ങനെ മനുഷ്യന്റെ എപ്പോഴാണ് ഈ പറഞ്ഞ മനുഷ്യന്റെ മനസ്സ് മാറുന്നത് പറയാൻ പറ്റില്ല. ഭാഗ്യം ചിലപ്പോൾ അതുവഴിയായിരിക്കും വരുന്നെങ്കിലോ. അതെ, അതുകൊണ്ട് ആ തിരുവാവുകൊണ്ട് ഇനി ഭാഗ്യം അവിടെ വെച്ച് മുറിക്കരുത്. അത് ശരി, ഞാൻ പറഞ്ഞാ കുഴപ്പമില്ല. ചായ പിടിച്ചിട്ട് എഴുന്നിട്ട് റെഡിയാവും, ഞാനും റെഡിയാവാം കേട്ടാ. വിളിക്കണേ. ആ ഭയങ്കര കച്ചവടം നിന്റെ ക്ലിച്ചപ്പിന്റെ കടയില്. ഓ വെളിയിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. വെളിയിൽ നിന്നൊക്കെ ആളുകൾ വന്ന് നമ്മുടെ ഈ ജംഗ്ഷനിൽ മാത്രമല്ല വെളിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. ഭയങ്കര ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവന്റെ കടയിൽ നിന്ന് മേടിക്കുന്നത്. പിന്നെ എന്റെ ക്ലീറ്റ് ഉള്ളിടത്ത് ഭാഗ്യല്ലേ. പിന്നെ നിനക്കെന്താണ് ഈ ഭാഗ്യം വരാത്തത്? പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നത് എന്തൊരു സന്തോഷാന്ന്. മനുഷ്യനെ ഓരോരുത്തരും ഒരു നിമിഷം മതി ഒരു മനസ്സൊന്ന് മാറാനായിട്ട്. ഭാഗ്യം അങ്ങനെയാണ്, വരും നമ്മൾ അറിയേയില്ല. ഇതാരാ? ഇതിവിടെ പുതിയ സ്റ്റാഫ് അപ്പോയിന്റ് ചെയ്ത് ഇതെൻ്റെ ഭാര്യ. ഭാര്യ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്തതാ. ആരോടും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് തിരക്ക് വന്നപ്പോഴേ ആളെ ആരോടും പറയാൻ പറ്റിയില്ല. ഇവിടെ അടുത്തുള്ള കുട്ടിയാ, സ്റ്റാഫാ ഭാഗ്യലക്ഷ്മി.